ഹായ്, വെൽക്കം ബാക്ക്. കുറച്ച് നാളായി യൂട്യൂബിലൊരു ലോങ് വീഡിയോസ് ചെയ്തിട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ ഓരോ ബ്ലോക്ക് വരും, ക്യാൻസൽ അങ്ങനെയാണ് നീണ്ടുപോയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഏതൊക്കെ വീഡിയോസാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സാണ് ഞാൻ കവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹം ഏതൊക്കെ ടോപ്പിക്സാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ മെസ്സേജ് എനിക്ക് തോന്നുന്നു ഹിഡൻ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ഞാൻ നോക്കിയപ്പം എല്ലാവരും പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. കുറേ പേര് പറഞ്ഞത് ഫിയറിനെ പറ്റി ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവർ തിങ്കിങ് ആണ് കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ ഈ ഓവർ തിങ്കിങ്ങും ഫിയറും കൂടെ കണക്ട് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വരുന്നൊരു വലിയൊരു ഇമോഷനാണ് ഫിയർ വരുന്നതിൻ്റെ കാരണം ഓവർ തിങ്കിങ് അല്ലേ. ഓവർ തിങ്കിങ് കാരണമാണ് നമുക്ക് ഫിയർ വരുന്നത്. ഇപ്പം കൂടുതൽ ആൾക്കാർക്കും ഫിയർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കാനുള്ളൊരു പേടി, അല്ലെങ്കിൽ കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെ ലൈഫിലൊരു മാറ്റം വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാവർക്കും. പക്ഷെ അതിലേക്ക് എത്താനൊരു പേടി. അതാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. ക്ലാസ്സിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇത് തന്നെയാണ്, പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുക. ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നു. ചിലപ്പോൾ ജോബിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ജോബിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഉള്ളിൽ തട്ടി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടും നോ എന്നായിരിക്കും നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസർ അല്ലേ. കാരണം നമ്മളിപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു, 2 സ്ഥലത്ത് 3 സ്ഥലത്ത് നമ്മൾ CV അപ്ലൈ ചെയ്യുന്നു, പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നു, പിന്നെ അതിൽ തന്നെയാവും അല്ലേ, സ്ക്രോളിങ്ങിൽ തന്നെയാവും. പിന്നെ നൈറ്റ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നാണ് മൈൻഡ് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിയറിൻ്റെ അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള വേറൊരു ഇമോഷനാണ് ഗിൽട്ട്. അതിനെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നമ്മളാരും കൂടുതൽ ഫോക്കസ് ചെയ്യാത്തൊരു ഇമോഷനാണ്. ഫിയർ എന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ കൂടെ എല്ലാവർക്കും വേണ്ടത് ശരിക്കും ഗിൽട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പം പ്രൊക്രാസ്റ്റിനേറ്റ് അന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നു, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് നൈറ്റ് വരുന്ന ഫീലിംഗ് ഗിൽട്ടാണ്. നെക്സ്റ്റ് ഡേ നമ്മളിതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്നു, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, ഒരു ആക്ഷനും എടുത്തില്ല, നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല, പിന്നെയും ഗിൽട്ട് വരുന്നു. അപ്പോൾ ഈ ഗിൽട്ട് എന്ന് പറയുന്ന ഫീലിങ്ങിന് ബോഡി അഡിക്റ്റഡ് ആവുന്നു. ഇപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും ആക്ഷൻ എടുക്കാൻ പോകുമ്പോഴും മൈൻഡ് വേണ്ട എന്ന് പറഞ്ഞ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോഡിക്ക് തന്നെ ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യാനുള്ള ക്രേവിങ് വരുന്നു. ബോഡി തന്നെ മൈൻഡിലേക്ക് സിഗ്നൽ വിടുകയാണ്, ഐ വോണ്ട് ടു ഫീൽ ഗിൽറ്റ് ഇമോഷൻ റൈറ്റ് നൗ. അപ്പോൾ ബോഡിയിൽ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഫിയർ തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലേ. ഫിയർ ഓഫ് ലൂസിങ് റിലേഷൻഷിപ്പ്, ഫിയർ ഓഫ് ലൂസിങ് മണി, ഫിയർ ഓഫ് ലൂസിങ് ജോബ്. നമ്മളെ കയ്യിലുള്ള കാര്യം തന്നെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നമുക്കുള്ളിൽ നിന്ന് വരും. പിന്നെ ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഗ്രോ ചെയ്യണം എന്നൊക്കെ ഈ ഒരു ജനറേഷനിലെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ശരിയല്ലേ? ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള എത്ര പേരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം, ഇതിൽ കാണുന്ന പണ്ടൊക്കെ ആണെങ്കിൽ ബിസിനസ് എന്നുള്ളത് ആണുങ്ങളായിരുന്നു കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ലേഡീസ്, ചെറിയ പെൺകുട്ടികളൊക്കെ ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ ഇങ്ങനെയുണ്ട്, പക്ഷേ അതിലേക്ക് എത്താൻ ആക്ഷൻ എടുക്കാനൊരു മടി. ഇനി ആക്ഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ മൈൻഡിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആരോ പറയാണ്, നീ അന്നൊരു കാര്യം ചെയ്തപ്പോൾ അത് പണി പാളി, അല്ലെങ്കിൽ അന്ന് നീ ഫെയിലായി, അപ്പോൾ ഇത് നീ ചെയ്യാൻ ശ്രമിച്ചാൽ നീ ഉറപ്പായിട്ട് ഫെയിലാവുമെന്ന് ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കേ, എനിക്ക് പറ്റിയ പണിയല്ല ഇത്, ഞാൻ ഇത് ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും ഞാൻ സക്സസ് ആവാനൊന്നും പോകുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ടൈം കളയുന്നത് അല്ലേ. അപ്പോൾ പിന്നെ വിചാരിക്കും വേറെ എന്തെങ്കിലും ചെയ്യാം, പിന്നെ വിചാരിക്കുന്ന ജോബ് നോക്കാം. ജോബിനും ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പേടി കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ കോൾസ് വരും, പക്ഷേ ഇൻ്റർവ്യൂവിന് പോവില്ല, അങ്ങനെ ജോബ് കിട്ടാതെ
ക്ലാസ്സിൽ വന്നിട്ട് ഈ ഫിയറൊക്കെ മാറി ആളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഫിയർ ഉള്ള ആൾക്കാർ. ഈ ഫിയർ എന്ന് പറയുന്ന ഫീലിംഗ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വന്നതാണോ? ജനിക്കുമ്പോൾ തന്നെ ഈ ഓവർ തിങ്കിങ്ങും ഫിയറൊക്കെ നമ്മളെ കൂടെ പിറപ്പായിട്ട് വന്നതാണോ? ഒരിക്കലല്ല. ഫിയർ നമ്മൾ സോൾ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫിൽ ഇമോഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുമെന്ന് പറയും. എങ്കിൽ പോലും ഫിയർ എന്ന ഇമോഷൻ നമ്മൾക്ക് കണ്ടീഷൻ ചെയ്ത് കിട്ടുന്നത് നമ്മളെ ചൈൽഡ്ഹുഡിലാണ്, ചെറുപ്പത്തിലാണ്. അതായത് ഇപ്പോൾ പേരൻസ് നിങ്ങളോട് നോ പറയുന്നു, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. കാരണം ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ ഇമോഷണലി കുട്ടി അറ്റാച്ച്ഡ്, ഇമോഷൻ എന്നുള്ള ഒരു ഫീലിലോട്ട് ഒരു കുട്ടി എത്തുന്നത് 2.5 വയസ്സ് 3 വയസ്സ് ആ ഒരു ടൈമിലാണ്. അതായത് എന്നെ എല്ലാവരും അറ്റൻഷൻ സീക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്നെ എല്ലാവരും ഒന്ന് നോക്കണം, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ കുട്ടികളെ കണ്ടിട്ടില്ലേ, പേരൻസ് കോൾ ചെയ്യുന്ന സമയത്ത്, ഫോൺ വിളിക്കുന്ന സമയത്ത് അവിടെ പോയി ഡിസ്റ്റർബ് ചെയ്യും. ബിക്കോസ് അവർ ഫുൾ അറ്റൻഷൻ അവരിലേക്ക് പോകണം, എൻ്റെ അച്ഛനും അമ്മയും വേറെ ആരും നോക്കണ്ട, ആ രീതിയിൽ കുട്ടി ചിന്തിക്കും. അതുപോലെ തന്നെയായിരിക്കും നമ്മളും ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്ക് അത് നമ്മൾ അറ്റൻഷൻ കിട്ടണം അല്ലെങ്കിൽ വാലിഡേഷൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം പേരൻസ് നോ പറയും. അത് ചെയ്യണ്ട, അതെടുക്കരുത്, ഇതെടുക്കരുത്, അവിടെ പോവരുത്, ഇത് ചെയ്യരുത്, അതാക്കരുത്. അപ്പം ഇങ്ങനെ ഓരോന്നും ചെയ്യരുത് നോ പറഞ്ഞ് നമ്മളെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ വിചാരിക്കും ചെറുപ്പത്തിൽ ഇത് കഴിഞ്ഞു എന്ന്. ഇല്ല, ഇത് നമ്മൾ ലൈഫ് ലോങ് നമ്മളുടെ കൂടെ അൺടിൽ ഓർ അൺലെസ് നമ്മളിത് ഹീൽ ചെയ്യുന്നത് വരെ നമ്മളുടെ കൂടെ ഉണ്ടാവും. കാരണം നമ്മളിപ്പം ജോബിന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു, അപ്പോൾ ഈ ഫിയർ വരുന്നു. ബിക്കോസ് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് നീ അത് ചെയ്യരുത്, ഈ ആക്ഷൻ എടുക്കരുത്, അല്ലെങ്കിൽ അത് തുടരുത്, അവിടെ പോകരുത്, ഇതാക്കരുത്. അപ്പം നമ്മളൊരു കേവിൻ്റെ ഉള്ളിൽ പെട്ട ഒരു സിംഹത്തിൻ്റെ അവസ്ഥയാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പുറം ലോകത്തുണ്ടാവുക എന്നൊരു ഭയം, അല്ലെങ്കിൽ അത് ചെയ്യാൻ ആക്ഷൻ എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്കില്ല. ബിക്കോസ് ഇതൊക്കെ സപ്രസ്ഡ് ആണ്. പാരൻറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളെ ലൈഫിൽ. പക്ഷേ നമ്മൾക്ക് നമ്മളുടെ പേരൻസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിപ്പോൾ പോയിട്ട് നിങ്ങളെ പേരൻസിനോട് പറയുകയാണ് ചെറുപ്പത്തിൽ നിങ്ങൾ എന്നെ അങ്ങനെ നോക്കാത്തത് കൊണ്ടാണ്, അല്ലെ എന്നോട് നോ പറഞ്ഞത് കൊണ്ടാണ് എനിക്കിപ്പോൾ കരിയറിൽ സക്സസ് ആവാൻ പറ്റാത്തത്. അത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെ അവർക്കും ഇതുപോലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, നമ്മളെക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡും എക്സ്പീരിയൻസും ഇമോഷൻസും ഒക്കെ ആയിരിക്കും അവർക്കും ഉണ്ടായിട്ടുണ്ടാവുക. നമുക്ക് അവരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. അതിനാണ് ഇങ്ങനെയുള്ള മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണ്ടത്. കാരണം ഈ ഫിയർ എന്ന ഫീലിംഗ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ പ്രോഗ്രാംഡ് ആണ് മൈൻഡിൽ. ഇമോഷൻസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബോഡിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ് ഇമോഷൻസ് എല്ലാം. ഫിയർ ബോഡിയിലാണ്, ഓവർ തിങ്കിങ് വരുന്നത് മൈൻഡിലാണ്. ഇപ്പം നമുക്ക് ഒരു 60,000 to 70,000 അല്ലെങ്കിൽ 80,000 തോട്ട്സ് വരെ ഉണ്ടാവുന്നുണ്ട് ഒരു ദിവസം. അതിൽ 90%, 90% സെയിം തോട്ട്സാണ് വരുന്നത് നമുക്ക്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇന്നിപ്പോൾ വരുന്ന തോട്ട്സ് ഇന്നലെ വന്ന സെയിം തോട്ട്സ് ആയിരിക്കും. പാസ്റ്റിലെ സ്ട്രെസ്സിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ള പേടി, ആങ്ഷ്യസ് തോട്ട്സ്, ഇതായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പ്രസൻ്റ് ഇല്ല നമുക്കവിടെ. ഫ്യൂച്ചറിനെ പറ്റി ആയിരിക്കും ചില ആളുകൾ ഉണ്ട്, ഏതോ കാലത്ത് എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് ഓവർ തിങ്ക് ചെയ്തിട്ട് പ്രസൻറ്റ് സ്പോയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാടല്ല, ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിന് അറിയുന്നത് ഇവർക്ക് എല്ലാത്തിനും ഒരു ഉൾഭയമാണ്, ഒരു ആക്ഷൻ എടുക്കുന്നില്ല, ഇവർക്ക് ഇതാണ് വേണ്ടത്, എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് ഇവർക്ക് ഇഷ്ടം. അപ്പം നമ്മൾക്ക് ഒക്കെ കോൺഷ്യസ് മൈൻഡ് ദൈവം തന്നിരിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓവർകം ചെയ്ത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്ത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് റീവയർ ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഐഡൻറ്റിറ്റിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി, അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മൃഗങ്ങൾക്കും ബാക്കിയുള്ള സ്പീഷീസിന് എന്താണ് കോൺഷ്യസ് മൈൻഡ് കൊടുക്കാത്തത്? നമ്മൾക്ക് മാത്രമല്ലേ അത് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ശക്തി മനസ്സിലാക്കി സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മെരുക്കി നിർത്തണം. ആനയും പാപ്പാനും പോലെ, മനസ്സിലായോ? ആനക്കറിയില്ല ആനേൻ്റെ ശക്തി എന്താണെന്ന്, ശരിയല്ലേ? ആന എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്,
കോൺഷ്യസ് മൈൻഡ് പാപ്പാനായിട്ട് എടുക്കുക. അപ്പം ആന എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യണം, എവിടെ എത്തണം, ഫ്യൂച്ചർ എന്താണ്, ഇതൊക്കെ പാപ്പാനാണ്. പാപ്പാൻ പ്രോഗ്രാം ചെയ്ത് വിടുന്നു. അതുപോലെ നമ്മളെ മൈൻഡിനെ മെരുക്കി എടുത്തിട്ട് നമ്മൾ മൈൻഡിൻ്റെ മാസ്റ്റർ ആവണം. അല്ലാതെ നമ്മൾ മൈൻഡിൻ്റെ അടിമയാവാൻ പാടില്ല. മൈൻഡിൻ്റെ അടിമയായി ജീവിക്കുന്നവർക്കാണ് ഇത്തരം ഇമോഷനിൽ അവരുടെ ലൈഫ് സ്റ്റക്കായിരിക്കുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ, കൺസിസ്റ്റൻസി ഇല്ല, ലേസിനെസ്. ഈ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? നമുക്ക് ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ ലേസി ആയിരിക്കും, മടി പിടിച്ചിരിക്കും, ഫോൺ നോക്കി തന്നെ ഇരിക്കും. ഒരു ആക്ഷനും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈവൻ നമുക്കൊരു താഴെ വീണ ഒരു പേപ്പർ പോലും എടുത്തു വെക്കാൻ മടി ആണ് ഇന്നത്തെ കാലത്ത് അല്ലേ. അപ്പോൾ നമ്മളുടെ ലൈഫ് തന്നെ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ നമുക്ക് നല്ലതുമാണ് ചീത്തയുമാണ്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു, വേണ്ടാത്ത ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്, ഓവറായിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ട. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കരിയർ എന്താണ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, നിങ്ങളുടെ ഓരോ സോളിനും ഓരോ പർപ്പസ് ഉണ്ടാവും. അപ്പം അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരം ഇമോഷൻസും ഇത്തരം തോട്ട്സുമൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് നമ്മൾ പുതിയ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ്, എന്താണ് എനിക്ക് ലൈഫിൽ വേണ്ടത്, ഫിയർ ഇല്ലാതെ കറേജസ് ആയിട്ട്. ഫിയർ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഇമോഷനാണ്. ഇതൊക്കെ കവറപ്പ് ചെയ്യാൻ വരുന്ന ഫേക്ക് ഇമോഷനാണ് ഫിയർ. അതായത് നമ്മളിപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ സ്പീച്ച് നടത്താനുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ വരുന്നൊരു ഇമോഷനാണ് എൻ്റെ പേടി അല്ലേ. പേടി വന്നുകൊണ്ടിരിക്കും. അത് ബോഡി വേണ്ട എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാണ് നമ്മളെ. പക്ഷെ നമ്മളത് ഓവർകം ചെയ്ത് ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഈ ഫിയറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും നെക്സ്റ്റ് ടൈം. പിന്നെ ഈ ഫിയർ ഇങ്ങനെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് ആക്ഷൻ എടുത്ത് മൈൻഡിനെ കണ്ടീഷൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഫിയർ എന്ന് പറയുന്ന ഫീലിംഗ്, ഇമോഷൻ നമുക്ക് വരില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ചെറിയൊരു സ്ട്രെസ്സ് വേണം. സ്ട്രെസ്സ് നല്ലതുണ്ട് ചീത്തയുണ്ട്, ഓവർ ആവരുത്. പക്ഷെ നമുക്ക് ആക്ഷൻ എടുക്കാൻ ചെറിയൊരു സ്ട്രെസ്സ് ആവശ്യമാണ്. പക്ഷെ ഈ സ്ട്രെസ്സും ഫിയറും കൂടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാതെ കിടന്നുറങ്ങിയിട്ടും കാര്യമില്ല. എല്ലാം നമുക്ക് പാകത്തിന് വേണം. ഒരു സ്ട്രെസ്സും ഇല്ല, ഒരു ഫിയറും ഇല്ല, ഒരു ആക്ഷനും എടുക്കുന്നില്ല, ലൈഫ് ഇങ്ങനെയൊക്കെ പോട്ടെ, എന്ത് വന്നാലും എന്താ, അങ്ങനെ നിൽക്കുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് വരുള്ളൂ. കാരണം നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ലൈഫിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ല കരിയർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പം ഒട്ടും സ്ട്രെസ് ഇല്ലാതെ ഫിയർ ഇല്ലാതെ ഒന്നും അങ്ങനെയും നമുക്ക് നിൽക്കാൻ പറ്റില്ല, എന്നാൽ കൂടുതലും പാടില്ല, മീഡിയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് ഇപ്പോൾ ഈ സ്ട്രെസ് ഫിയർ ചെറുതായി വരുന്നത്, ഞാൻ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ആക്ഷൻ എടുക്കും. ആ രീതിയിലുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അതായത് ബോഡി നമ്മൾക്ക് തരുന്ന സിഗ്നൽ നമ്മൾ മനസ്സിലാക്കണം. ബോഡീനെ അറിഞ്ഞ് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ, ഇപ്പം ബോഡിയിൽ ഏതെങ്കിലും സ്റ്റക്ക് ഇമോഷൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യും. ബോഡി നിങ്ങളോട് ഇൻഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റക്ക് ഇമോഷൻസ്. അത് ഈ പറയുന്നത് പോലെ ഫിയർ ആയിട്ട് വരാം, അല്ലെങ്കിൽ പെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാസ്ട്രിക് റിഫ്ലെക്സ് പോലെ അങ്ങനെ വരും. അപ്പോൾ ബോഡി പല രീതിയിൽ ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ശരിയല്ലേ. അപ്പോൾ ഈ രീതിയിൽ ബോഡിയും മൈൻഡും എന്താണെന്ന് പഠിച്ച്, അത് പാസ്റ്റ് ട്രോമ എന്താണെന്ന് പഠിച്ച്, നിങ്ങൾക്ക് എന്തിലാണ് കൂടുതൽ ഹീലിംഗ് എന്ന് വേണ്ടത് എന്ന് കണ്ടുപിടിച്ച് അത് കംപ്ലീറ്റ് നിങ്ങൾ മാറ്റിക്കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെറ്റർ വേർഷനിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. കാരണം നമ്മൾ ഈ ഫിയറും ഓവർ തിങ്കിങ്ങും കൊണ്ട് എത്ര കാലം ജീവിക്കും? നമുക്ക് ഈ ഒരു ലൈഫുള്ള നമുക്ക് അറിയില്ല നമ്മൾ എത്ര കാലമാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇല്ലടത്തോളം കാലം നമ്മൾക്ക് എൻജോയ് ചെയ്യണ്ടേ, സന്തോഷം വേണ്ടേ, ഹാപ്പിനെസ് വേണ്ടേ? എല്ലാവരും ഹാപ്പിനെസ്സിനാണ് ജീവിക്കുന്നത് അല്ലേ. എൻഡ് റിസൾട്ട് എന്താണ്? ഹാപ്പിനെസ്. ഇപ്പം ജോബ് കിട്ടുന്നു, ജോബ് കിട്ടുക എന്നുള്ളത് നമ്മൾ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടിയാണ് അല്ലേ. സാലറി കിട്ടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്, സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൗഡ്, ആ ഇമോഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ചെയ്യുന്നത് അല്ലേ. അറ്റ് ദ എൻഡ് ഹാപ്പിനെസ് തന്നെയാണ്.
ഇപ്പം റിലേഷൻഷിപ്പ്, മാരേജ് എന്തിനാണ്? ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് ആ ഫീൽഡിലൂടെ പോയി അവിടെയും ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ അതിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന പോലുള്ള സ്റ്റക്ക് ഇമോഷൻസും നമുക്കത് ഓവർകം ചെയ്യാനുള്ള സ്കില്ലില്ലാത്തത് കൊണ്ടാണ് മാരീഡ് ലൈഫ് ഫെയിലിയറിലോട്ട് പോകുന്നത്. ഇപ്പം മേക്കിംഗ് മണി ഉറപ്പായിട്ടും ഹാപ്പിനെസ് ബ്രിങ് ചെയ്യും. അത് പറയുന്നത് ഹാപ്പിനെസ് കൊണ്ടുവരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം മണി ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രിപ്പ് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് പോകാൻ പറ്റും, എൻജോയ് ചെയ്യണം എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ നമ്മളെല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ അതിന് ഡിസേർവിങ് ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ഫ്രീക്വൻസി വെരി ലോ ആയതുകൊണ്ട് നമ്മളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ടോക്സിക് ഇമോഷൻസ്, ഫിയർ, അതുപോലെ ഓവർ തിങ്കിങ്, ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷറി ലൈഫ്, ലക്ഷറി അല്ലെങ്കിൽ നമുക്ക് ആ ഹാപ്പിനെസ്, ലക്ഷറി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ, ആ ഒരു ഹാപ്പിനെസ്സിലോട്ട് നമ്മൾക്ക് എത്താൻ പറ്റും. അതായത് ഇപ്പം മണി കിട്ടിക്കഴിഞ്ഞാലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണി ഒരിക്കലും ഹാപ്പിനെസ് കൊണ്ടുവരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മണി ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം, എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ അഫോർഡ് എവ്രിതിങ് ഇൻ ദിസ് വേൾഡ്. ആ രീതിയിൽ നമ്മളെ മൈൻഡ് സെറ്റ് മാറും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു മനുഷ്യജന്മം എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ കരഞ്ഞോ അല്ലെങ്കിൽ നിലവിളിച്ചോ അല്ലെങ്കിൽ പേടിച്ച് ജീവിക്കാനോ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫിയർ വരുന്ന സമയത്ത് നിങ്ങൾക്കത് മാറ്റാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലുള്ള ടെക്നിക്സ് ചെയ്യാം, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, ജേർണലിങ് ചെയ്യാം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫിയർ വരുന്നതെന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളത് റെക്കഗ്നൈസ് ചെയ്യുക. എവിടെയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഫിയർ വരുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കി അഫർമേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയിട്ട് ബേൺ ചെയ്ത് കളയാം. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു മെൻറ്ററിൻ്റെ ഗൈഡൻസിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്താണ്, എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താൽ എങ്ങനെ റിസൾട്ട് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇപ്പം ഒരുപാട് മെൻറ്റേഴ്സും ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറ്റേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ ഇന്ന് തന്നെ അതിന് വേണ്ട ആക്ഷൻസ് എടുത്ത് തുടങ്ങുക. ഈ ഫിയറിൽ ജീവിക്കാതെ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിൽ ജീവിക്കാതെ അതിൽ നിന്ന് മാറി ചിന്തിച്ച് തുടങ്ങുക. ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്ര 30 വർഷം ഞാൻ ഈ രീതിയിൽ ജീവിച്ചു, 40 വർഷം ഞാൻ ഈ രീതിയിൽ ജീവിച്ചു, അല്ലെങ്കിൽ 60 വർഷം ഞാൻ ഈ രീതിയിൽ ജീവിച്ചു. കാരണം 60-70 വയസ്സുള്ള ആൾക്കാരൊക്കെ നമ്മളെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏജ് എന്ന് പറയുന്നത് ഒരു കാര്യമല്ല. നമുക്ക് എപ്പോൾ മാറണം എന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ 70 വയസ്സിൽ 75 വയസ്സിലൊക്കെ നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ഇതുപോലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതുമാത്രമല്ല, ഇനി ഞാൻ എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് ചെയ്യേണ്ടത് എന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതും എന്നെ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.